ഹലോ ഗൈസ്, വെൽക്കം ടു ജോസ് ട്രോഡ്ലർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ദേവര എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജൂനിയർ NTR, സൈഫ് അലി ഖാൻ, ജാൻവി കപൂർ, പ്രകാശ് രാജ്, ശ്രീകാന്ത് മേഘ, ഷൈൻ ടോം ചാക്കോ, കലൈയരസൺ, സുദേവ് നായർ, മുരളി ശർമ്മ, അഭിമന്യു സിംഗ്, അജയ് നരേൻ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം കണ്ടു വെച്ചാൽ അടിപൊളി പടം. എങ്ങനെ തിയേറ്റർ എക്സ്പ്ലോഡിങ്, ഒന്നും പറയാനില്ല. എക്സ്പ്ലോഡിങ് പടം. എനിക്ക് പറയാനുള്ളത് വാച്ച് അറ്റ് തിയേറ്റേഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് അടിപൊളി പടം. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ കൊർത്തല ശിവ. അടിപൊളിയായിട്ടുണ്ടായ കൊർത്തല ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ ജനത ഗ്യാരേജിന് ശേഷം നല്ലൊരു പടം ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ നെഗറ്റീവ്സിൻ്റെ കാര്യം പറയാം. പിന്നെ നെഗറ്റീവ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ചുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ ക്ലൈമാക്സ് ആണ് നെഗറ്റീവ്. കാരണം ക്ലൈമാക്സിൽ നമ്മുടെ അച്ഛൻ NTR കൊല്ലണത്, NTR മകൻ NTR കൊല്ലും, പ്രകാശ് രാജ് മകൻ NTR കൊല്ലും. എന്നിട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ ലീഡ് കൊടുത്തിരിക്കണത് ഇവർ. അതൊന്ന് മാറ്റായിരുന്നു ആ സീൻ. വേറെ കൊന്നെന്ന് ഞാൻ വിചാരിച്ചു ഫസ്റ്റ്. അതിലോട്ടവൻ വേറെ പ്രശ്നമൊന്നുമില്ല അവൻ. പിന്നെ ഇൻട്രോ സീനുമാണ് ഈ സിനിമയിലെ ഒരു ഇൻട്രോയിൽ. നിങ്ങൾ എത്ര പേര് വിജയിൻ്റെ 50ാമത്തെ പടമായിരുന്നു സുര കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതില്ല, അതെ, വിജയിൻ്റെ ഒരു ഇൻട്രോ ആണ്. തിരമാലയിൽ നിന്ന് ഇങ്ങനെ പറന്ന് വരണത്, ഇങ്ങനെ പ്ലെയിൻ പറക്കണ പോലെ പറന്ന് വരണ സീനുണ്ട് ഇൻട്രോ ആയിട്ട് കൊടുത്തിരിക്കണ. അതേ സീൻ കോപ്പി അടിച്ചിട്ടുണ്ട്. അതേപോലെ അടിച്ചിട്ടുണ്ട്. എന്തിനാണോ ആ സീനൊക്കെ എത്തിച്ചത്. പിന്നെ ഇത് കടലിലെ KGF ആണ്, തെലുങ്കന്മാരുടെ KGF പുതിയത്. ആൻഡ് ദിസ് ഈസ് കമ്മിങ് ഫ്രം KGF ഓഫ് യൂണിവേഴ്സ്. എന്തായാലും വെയിറ്റിംഗ് ഫോർ പാർട്ട് 2 എന്ന് പറയാൻ. അതെന്താവെന്നറിയില്ല കേട്ടോ. ഇത് നല്ല പടമാണ്, പക്ഷെ ക്ലൈമാക്സ് മൊക്കയായിപ്പോയി. അതാണ് എനിക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലൈമാക്സ് മൊക്ക. ബിക്കോസ് അതെന്താ സംഭവം എന്നുള്ളത് ഇതിൻ്റെ പേരിലാന്നൊക്കെ ഇനി സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കണത് എന്ന് എന്നാലും എന്തിലോട്ടെ പെർഫോമൻസസ് വൈസ് എല്ലാവരും മര്യാദയ്ക്ക് വെച്ചു. നരേനൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി നേരം 2 സീനും പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് പോകും. അതാണ് ഞങ്ങളുടെ പണി. ഷൈൻ ടോം ചാക്കോ ക്ലൈമാക്സ് ചെയ്യാവും. പിന്നെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ പടത്തിൻ്റെ സ്റ്റോറി പറയാനാണെങ്കിൽ കുറച്ച് KGF ആണ് ഫുള്ളും. ക്ലൈമാക്സ് ബാഹുബലിയിൽ മറ്റേ കട്ടപ്പൻ നമ്മുടെ പ്രഭാസിനെ കുത്തണാണ്. ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് എന്ന് പറഞ്ഞില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ തന്നെ ബാഹുബലി എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. അത് ബാഹുബലിൻ്റെ കോപ്പിയാണ്. മീൻസ് ബാഹുബലിയിൽ മറ്റേ കട്ടപ്പൻ പ്രഭാസിനെ കുത്തണാണെങ്കിൽ ഇതിൽ നമ്മുടെ പ്രകാശ് രാജ് മോഹൻ NTR കുത്തുന്നു, ജൂനിയർ NTR കുത്തുന്നു. അതിൻ്റെ അടുത്ത സീനിൽ കാണിച്ചിരിക്കണം. അതെന്തിൻ്റെ അപ്പോൾ ദേവരെ ഒത്തിതാരാന്ന് ഞാൻ ചോദിക്കുമ്പോൾ ദേവരുടെ അച്ഛൻ ദേവയുടെ മോനാണ് അത് കുത്തിയത്. അതെന്താ കാരണമെന്നൊന്നും മനസ്സിലായിട്ടില്ല. അന്നേരം സെക്കൻഡ് പാർട്ടിൽ കുറവായിരിക്കും എന്നുള്ളതിൽ
എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ DOP രത്നവേൽ ISI എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. DOP ചെയ്തിരിക്കണം. എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു പറഞ്ഞോളാം. നെവിനോട് എല്ലാം തോന്നുന്നു. പ്രൊഡക്ഷൻ ഡിസൈനർ സാബുസിലാണ് എന്ന് അറിയാം. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കണം അനിരുദ്ധാണ്. എനിക്ക് സംശയം തരികയാണെങ്കിൽ ഇന്ത്യൻ 2 ശേഷം മ്യൂസിക് ചെയ്ത പടമാണ്. ആഫ്റ്റർ 2 months മീൻസ് 2 months 2 മാസത്തിന് ശേഷം മ്യൂസിക് ചെയ്യണം. മ്യൂസിക്കും ബീജിയവും എല്ലാം കമ്പോസ് ചെയ്യുന്ന പടമാണ്. അതിനിടയിൽ പാട്ടെന്തോ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണോന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ടേ. എന്തിനാട്ടെ ബീജിയവും മ്യൂസിക്കും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസിങ് ജൂനിയർ NTRൻ്റെ അനിയനും പിന്നെ കൊസരാജു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളുമാണ്. ഇത് കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് ഞാൻ മറന്നു. ഒരു ആരും കിട്ടാത്തൊരു പേര്. അതുകൊണ്ട് നന്ദപുരി കല്യാൺ ഡ്രാമയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നന്ദപുരി തിരക്കരാവു റാവു എന്നിട്ടുണ്ട് പ്രൊഡ്യൂസർ. ഈ പടത്തിൻ്റെ ബഡ്ജറ്റാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഒന്ന്, ഈ പടത്തിലെ ബഡ്ജറ്റ് 300 കോടി എന്തോ ഈ സിനിമയുടെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രത്തോളം അടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് IMDb നോക്കിയപ്പോൾ 7.1 എന്നാണ് കണ്ടത്. എനിക്ക് ഈ പടത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 8 കൊടുക്കുള്ളൂ. 8/10. പടം അടിപൊളിയായതുകൊണ്ട് 8 കൊടുക്കണം. 8-10 stars എന്ന് പറയുമ്പോൾ അടിപൊളി എന്നാണല്ലോ. അതുകൊണ്ട് 8 എന്നാണ് കൊടുക്കുന്നത്. ഞാൻ 10 കൊടുക്കാത്തത് മറ്റേ ക്ലൈമാക്സിലെ ബാഹുബലി ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിപ്പോയതുകൊണ്ടാണ് 8 കൊടുക്കാത്തത്. അല്ല വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇൻട്രോ സീന് മറ്റേ സുരേല സീൻ ഇൻട്രോ സീനിൽ മറ്റേ വെച്ച് ഈ തിരുമലയിൽ നിന്ന് പറക്കണ കണക്ക് അതേ സീൻ എടുത്ത് കോപ്പിടിച്ച് ചെല്ലടേ ഓൾഡേഴ്സ് അതിലൊരു വിഷമമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല ഈ പടത്തിൽ. വേറെ നെഗറ്റീവ്സൊന്നും ഇല്ല ഈ പടത്തിൽ. അങ്ങനെ എന്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നൊന്നും എനിക്ക് അറിയാൻ പോലില്ല. പിന്നെ മറ്റേ ഇയാളുണ്ട് മറ്റേ ഗ്യാരിയാഫില്ല ഒരു തന്നെ ഉണ്ടായിരുന്നില്ലേ മറ്റേ ഇതാണ് മറ്റേ ആൻഡ്രൂസിൻ്റെ കൂടെ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നില്ലേ. ജെഫ്ലി ആൻഡ്രൂസിൻ്റെ കൂടെ ഒരു ചെറുക്കൻ ഉണ്ടാവില്ലേ. അവനും ഉണ്ട് ഈ പടത്തിൽ സൈഫ് അലി ഖാൻ്റെ മോനായിട്ട്. എന്ത് അതൊരു നെഗറ്റീവ്. പക്ഷെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഒന്നുമില്ല എനിക്ക് അറിഞ്ഞിട്ടൊക്കെ. എന്തായാലും ഈ വർഷം ഇറങ്ങിയ KGF പ്രൂഫ് യൂണിവേഴ്സിന് ഈ വർഷം നല്ലൊരു വർഷമായി എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ വർഷം ഇറങ്ങിയ KGF പ്രൂഫ് ഏതൊക്കെയാണെന്ന് എൻ്റെ ശരിയാണെങ്കിൽ ഈഗിൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു ഗാങ്സ് ഓഫ് ഗോദാവരി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതും ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്കയിൽ കുറച്ച് KGF പ്രൂഫ് ഉണ്ട്. സ്പൂഫ് യൂണിവേഴ്സിറ്റിയും കൂടിയുള്ള ചേർത്തിട്ടുള്ളതാണ് ഞാൻ കേൾക്കണത്. എൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയിരിക്കണം ആവോന്നൊരു സംശയമുണ്ട്. പിന്നെ കൂലിയും KGF സ്പൂഫാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണെന്ന് തോന്നുന്നത് പോസ്റ്റർ കണ്ടിട്ട്. അതിലോട്ട് എന്നായാലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ബസ്കസ്.